ഇന്നലെ നമ്മൾ പുറത്തുവിട്ട വാർത്തയാണ്. ഈ കാസർഗോഡ് ജില്ലയിലെ മണ്ണിടിച്ചിൽ പ്രദേശം നേരത്തെ സന്ദർശിച്ച് ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. ആ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ദുരന്ത നിവാരണ അതോറിറ്റി NHAയ്ക്ക് അത് കൊടുക്കുകയും NHA ഒരു ദുരന്ത നിവാരണ പ്ലാൻ സമർപ്പിക്കേണ്ടത് ഇതുവരെയും സമർപ്പിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നുവെച്ചാൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് സാന്ത്വന? ഡോക്ടർ അരുണി, ദുരന്ത നിവാരണ അതോറിറ്റി ഇത്തരത്തിലൊരു പഠനം നടത്തി എന്നുള്ള വാർത്ത ഇന്നലെ റിപ്പോർട്ടർ തന്നെയാണ് പുറത്തു കൊണ്ടുവന്നത്. അത് കാസർഗോഡ് ജില്ലയിലെ ഈ ഇത്തരത്തിൽ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ ചില ഇടങ്ങളിൽ സന്ദർശിച്ചുകൊണ്ടാണ് ഈ പഠനം നടത്തിയത് എന്നുള്ള ഒരു വിവരമായിരുന്നു. ആ പഠന റിപ്പോർട്ടായിരുന്നു ഇന്നലെ നമ്മൾ പുറത്തുവിട്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ അങ്ങനെ ഒരു പഠനം നടന്നിരുന്നു, അല്ലെങ്കിൽ പിന്നീട് ആ പഠനത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്ക് ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. അതിലാണ് ഇപ്പോൾ ഒരു വ്യക്തത ലഭിച്ചിരിക്കുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി തന്നെയാണ് അത്തരത്തിലൊരു പഠനം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ റിപ്പോർട്ടറിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. 2024 ഇങ്ങനെ ഒരു പഠനം നടന്നിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ചില പ്രദേശങ്ങൾ സന്ദർശിച്ച് തന്നെയാണ് ഈ പഠനം നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു പഠനത്തിലേക്ക് എത്താനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചില പ്രശ്നങ്ങൾ, ഇത്തരത്തിൽ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് ചില ആശങ്കകൾ പങ്കുവെക്കുകയും ചെയ്തു. അങ്ങനെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ ഒരു പഠനം നടത്തുവാൻ വേണ്ടി 3 അംഗ സമിതി അങ്ങോട്ടേക്ക് അയക്കുകയും ഒരു പഠനം നടത്തുകയും ചെയ്തത്. ആ പഠനത്തിന്റെ റിപ്പോർട്ട് തൊട്ടടുത്ത മാസം തന്നെ, സെപ്റ്റംബറിൽ പഠനം നടക്കുന്നു, ഒക്ടോബറിൽ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നത്. ഈ പഠനത്തിൽ പ്രധാനമായി പറയുന്ന കാര്യങ്ങൾ, ആ മണ്ണ് കുത്തനെ വെട്ടിയിറക്കിയിരിക്കുകയാണ്. അത് അപകട സാധ്യത ഉണ്ടാകാനുള്ള ഒരു സാധ്യത, ഭാവിയിൽ അപകടം ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തട്ടായി മണ്ണ് വെട്ടിയിറക്കണം. അത് മാത്രവുമല്ല, ഈ വെള്ളം കൃത്യമായി ഇറങ്ങി പോകാനുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം കൂടി അവിടെ വെക്കണം. അല്ലെങ്കിൽ പിന്നീട് ഒരു കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെയാണ് ഈ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശ എന്ന് പറയുന്നത് ഒരു ദുരന്ത നിവാരണ പദ്ധതി അവിടെ ആവിഷ്കരിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ട് കൈമാറി ഇപ്പോൾ ഏതാണ്ട് 6 മാസം പിന്നിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ കാലയളവിൽ ഇത്രയും നാള് കഴിഞ്ഞിട്ട് പോലും ഈ പഠനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുരന്ത നിവാരണ പദ്ധതി ആവിഷ്കരിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ പലയിടങ്ങളിലും നമ്മൾ ഈ പ്രശ്നം ഇപ്പോൾ കണ്ടിട്ടുണ്ട്. പലയിടങ്ങളിലും റോഡ് ഇടിഞ്ഞു വീഴുന്ന അടക്കമുള്ള വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ചർച്ച ചെയ്തിട്ടുണ്ട്. ശാന്തനയാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജിയോളജിക്കൽ സർവേയുമായി സഹകരിച്ച് നടത്തിയ പഠന റിപ്പോർട്ട് NHAയ്ക്ക് കൊടുത്തിട്ട് ഒരു ദുരന്ത നിവാരണ ആക്ഷൻ പ്ലാൻ NHA ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി ശേഖർ കുര്യാക്കോസ് മെമ്പർ സെക്രട്ടറി ഇപ്പോൾ റിപ്പോർട്ടറിനോട് പറഞ്ഞിരിക്കുന്നത്.